പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്മയുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് മഴപ്പൊലിമ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നടന്നിട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ആ വഴിയിലൂടെ മുമ്പ് പോയ ആ ഒരു ഓർമ്മയിലാണ് പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ച കണ്ടത് വേറെ ആയിരുന്നു, പക്ഷെ പ്രോഗ്രാം ഉണ്ടായത് വേറെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആ വഴിയിൽ പോകുന്നതനുസരിച്ചിട്ട് അവിടുത്തെ ഓരോ വീട്ടിലത്തെ അവരെല്ലാം ഉണ്ടായിരുന്നു. അവരൊന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞതായിട്ട് തെറ്റി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു ഗൈസ്. അയ്യോ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ തിരിച്ചാലുണ്ടായി. ഒരു ചേച്ചി പറഞ്ഞു ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അവിടെ പ്രോഗ്രാമില്ലത് ഒരു പുതിയ കണ്ടുണ്ട് അവിടെയാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഒരു വഴി പറഞ്ഞു. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. മുമ്പ് ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ വഴി വന്നിട്ടുണ്ട്. നമ്മുടെ താഴെ സ്കൂൾ, നമ്മുടെ ഇവിടെ താഴെ സ്കൂളുണ്ട്, രാവണീശ്വരം സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ അവിടെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നുകൊണ്ടാണ് ഈ വഴിയിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു, കുറേ പുതിയ പുതിയ വീടുകൾ വന്നു, മതിൽ വന്നു. അപ്പോൾ ആ മുമ്പുണ്ടായ വഴിയൊന്നും ഇപ്പോൾ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നടന്നു കേട്ടോ. അപ്പോൾ അതിലൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് വഴിയൊന്നും നമ്മൾ കാണുന്നൊന്നുമില്ല കേട്ടോ. അവിടെ ഫുള്ള് മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ വേറൊന്നുമില്ല, ഒരു വീട് മാത്രമാണ്. അപ്പോൾ നമ്മൾ അടുത്ത വരെ പോയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് എന്തായാലും വേറെ വഴിയില്ലാന്ന് മനസ്സിലാക്കി നമ്മൾ നേരെ തിരിച്ചു വന്നു. പക്ഷെ നമ്മ പണ്ട് വരുമ്പം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. പോകേണ്ടി വരും കളയല്ലേ. അവസാനം എടുത്ത് വേറൊരാൾ ഇതിലേ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ 2 അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് സംസാരിച്ചു. അവരെല്ലാം പറഞ്ഞു ആ പ്രോഗ്രാം ഉണ്ട്, നമ്മളൊന്നും പോയിട്ടപ്പോൾ നമ്മളെല്ലാം അങ്ങനെ കഴിയുന്നില്ല പോകാൻ, അങ്ങനെയെല്ലാം കുറേ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആകെ വിഷമായി. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പോൾ അവരുടെ ചാറ്റെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ശരിയായ വഴി കിട്ടി. അപ്പോൾ വീടിൻ്റെ സൈഡിൽ നേരെ പോയാൽ മതി. ഇത്രയും വഴിതെറ്റി വന്നിട്ട് അടുത്ത നമുക്ക് ട്രാജഡി എന്താ കാത്തുന്നത്. വഴിയിൽ തന്നെ പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, കുക്കു നല്ല ധൈര്യത്തിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പശുവിനെ ജസ്റ്റ് അങ്ങോട്ടേക്ക് അവളിങ്ങനെ മാറ്റിയിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ പറ്റില്ല, കാരണം അതിങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കാരണം ജസ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ നമുക്ക് അത്ര പേടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനെ കുത്താൻ തന്നെ ഇങ്ങനെ നമ്മൾ തന്നെ നോക്കി നിൽക്കുന്നു, ഒരടി അനങ്ങുന്നില്ല. അപ്പം പിന്നെ എന്തായാലും നമ്മൾ അതിലേ പോകുമ്പോൾ വെറുതെ കുത്ത് കിട്ടേണ്ട അവസ്ഥയിൽ നിന്ന് ആവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നിന്നു. അപ്പോൾ അപ്പുറപ്പുറം വീടുണ്ട്, പക്ഷെ ആരും പുറത്ത് കാണുന്നില്ല. ഡോറെല്ലാം അടച്ചിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലമല്ലേ. പിന്നെ പശു ആണെങ്കിൽ ഇങ്ങനെ മുമ്പിലോട്ട് വരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, ചുറ്റും എവിടെയും കാണുന്നില്ല കേട്ടോ. അപ്പം ഞാനും കൂടി ഒന്ന് പോയി നോക്കി. എന്ത് ചെയ്യുന്ന പകച്ച് നിൽക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ ഫോൺ വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ വന്നു. പക്ഷെ അവർ പശുവൊന്നുമല്ല, പക്ഷെ അവന് കണ്ടിട്ടുള്ള ആ ഒരു പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു. പക്ഷെ അത് നമ്മൾ പോകുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് പറ്റുന്നേ ഇല്ല, അതിനെ ഇതാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ അതിൻ്റെ ആളെന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഒരു ചേച്ചി വന്നു. അങ്ങനെ അവർ പോയിക്ക് അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടോ. അപ്പോൾ അവരോടും കൂടി പറഞ്ഞു പ്രോഗ്രാമിന് പോകുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അപ്പുറത്തേ വരായിരുന്നില്ല, അതിലെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതായിരുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ എത്തി. അപ്പോൾ ഇവിടെ 2 റോഡ് ഉണ്ടായിരുന്നു. ഇതിലെങ്ങോട്ട് പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയി. ലാസ്റ്റ് കുറച്ച് സമയം നിന്നു. അപ്പോൾ ഒരുപാട് അമ്മമാർ ഇതുപോലെ വരുന്ന കണ്ടു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവരൊന്നിച്ച് തന്നെ നടന്നു. അപ്പോൾ സമാധാനമായി ആളെ കിട്ടിയിട്ടാകുമ്പോൾ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോർഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു മഴപ്പൊലിമ കുടുംബശ്രീത്. അപ്പം അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. എവിടെ പോകുന്നത് കുട്ടി? ഓണായിട്ട് അങ്ങനെ നമ്മൾ പ്രോഗ്രാമിൻ്റെ അടുത്തേക്ക് എത്തി. അല്ലെങ്കിൽ എല്ലാ ദിവസവും നല്ല മഴയായിരുന്നു. ഇന്നൊന്നും അങ്ങനെ മഴയില്ല കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇരിക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ല. അവിടെ
അപ്പോൾ നമ്മൾ എൻ്റെ ഷാള് വിരിച്ചിട്ട് നമ്മൾ താഴെ കുറച്ച് സമയം ഇരുന്നു. പിന്നെ നല്ല വെയിലാണ്, കൊടയും തുറന്നിട്ട് തന്നെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കൊണ്ടിട്ട് നല്ലോണം ഉള്ള എന്ന് വെച്ചാൽ നല്ലോണം ഒന്നാമതേ വരുമ്പോൾ തന്നെ കുറേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല വെയിലും പ്രോഗ്രാം തുടങ്ങി. ഒറ്റ കൈ കൊണ്ടോ കുറവ് അവരെല്ലാം എല്ലാത്തിനും ഫസ്റ്റ് ആടിയിലാണ് പഞ്ചൂരുള്ളിയുടെ അമ്പലമില്ലേ ആടിയില് നടക്കാൻ കഴിയല്ലേ വെയിലെല്ലാം പോകുന്നുണ്ട്. അവരെന്നെ ഫസ്റ്റ് സെക്കൻഡ് അവർ തന്നിട്ട് സെക്കൻഡ് വരല്ലേ ഫസ്റ്റ് തേർഡ് വരും. നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവിടെ നീന്തു പിന്നെ ലഞ്ച് ടൈം ആയിരുന്നു കേട്ടോ. അവിടെ തന്നെ ചോറും പായസമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കണക്ക് കൂട്ടി വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ വിശന്നിട്ട് അതുകൊണ്ട് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റും കിട്ടിയിട്ടാ. അപ്പോൾ ഇത് ഞാറ് നടൽ മത്സരമായിരുന്നു. അപ്പോൾ നമുക്ക് കസേരയിൽ ഫ്രണ്ടിൽ തന്നെ സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുടയും ചൂടിയിട്ട് അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. കുട ചൂടിയിട്ടുണ്ടെങ്കിൽ പോലും നല്ല വെയിലായിരുന്നു, നല്ലോണം ക്ഷീണവും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കുട്ടികളിൽ ഇവിടെ ഫുള്ള് വെള്ളത്തിൽ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ കളിക്കാൻ തോന്നി, പക്ഷെ ആരും അങ്ങനെ പോകുന്നൊന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ നമുക്ക് കുറേ നടന്നിട്ടെല്ലാം പോയതുകൊണ്ട് തന്നെ അത്ര അങ്ങനെ ഇറങ്ങി കളിക്കണം തോന്നിയിട്ട. അടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ബലൂൺ എറിഞ്ഞ് കളിക്കുന്നതായിരുന്നു. ബലൂൺ താഴെ വീണാൽ അവർ ഔട്ടായി പോകും, ആ ഒരു ഗെയിമായിരുന്നു. പിന്നെ പരിപാടിയെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ വെയിൽ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം കൂടുന്നു, പക്ഷേ പ്രോഗ്രാംസൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ പിന്നെ ആകെ തീരെ പറ്റാതായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.